ഹലോ ഹായ്, എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കട്ട്ലേറ്റ് കാണിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ്. പിന്നെ ചിക്കൻ കട്ട്ലേറ്റാണ്. അതാണിത്. നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ശേഷം ഞാൻ അതിൻ്റെ എല്ലാം പറഞ്ഞുതരാം. സ്റ്റൗ കത്തിക്കുക, പിന്നെ കുക്കർ വെക്കുക, കുറച്ച് ഇറച്ചി എത്ര ഞങ്ങൾക്ക് എടുക്കേണ്ട 1/2 കിലോ 1 കിലോ അത് എടുത്ത് നല്ലോണം അതിനെ പെരക്കി കൈ വൃത്തിയാക്കിയതിൻ്റെ ശേഷം അതിൽ ലേശം ഉപ്പ് പൊടി, ലേശം മഞ്ഞൾ പൊടി, ലേശം മുളക് പൊടി ഇട്ടിട്ട് അതിനൊന്ന് നല്ലോണം കുറച്ച് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതും പേസ്റ്റ് വേണം അതും ചേർത്ത് അതിനെ നല്ലോണം ഒന്ന് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം കുക്കറിൽ വാരിയിടുക. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് കുക്കർ വെക്കുക. എന്നിട്ട് അതിലൊരു ലേശം വെള്ളം ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് നല്ലോണം വേവിച്ചിട്ടെടുക്കുക. അതിന് വേണ്ടുന്ന ഉപ്പ്, മഞ്ഞൾ, മുളക്, അതിൻ്റെ വെള്ളം. എന്നിട്ട് അതിനൊന്ന് നല്ലോണം 2 ചിട്ടിയിട്ടൊന്ന് വേവിച്ചെടുത്തതിൻ്റെ ശേഷം അതിന് വേണ്ട ഉപ്പും കാര്യവും എല്ലാം ഒന്ന് നോക്കുക. എന്നിട്ട് മൂടിയിട്ട് അതിന് 2 ചിട്ടി എടുക്കുക. ആ 2 ചിട്ടി വന്നതിൻ്റെ ശേഷം അത് മാറ്റി വെക്കുക. പിന്നെ അതപ്പോഴേക്ക് തണിഞ്ഞാൽ നമുക്ക് തണിയുമ്പോഴേക്ക് അത് ചിട്ടി വന്നാൽ അത് തണിയുമ്പോഴേക്ക് അതിനങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമ്മൾക്ക് അപ്പോഴൊക്കെ അതിൻ്റെ ചിട്ടി വരുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ ഇതെല്ലാം മുറിച്ചിട്ട് വെക്കാം. അതിൻ്റെ മസാലകളെല്ലാം ഉള്ളി മുറിച്ചിടുക, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരുവേപ്പില എല്ലാം. അപ്പോഴൊക്കെ ഇത് ആവി വന്നിട്ടുണ്ട്. അതിനെ മാറ്റി വെച്ചിട്ട് ഇത് തണിയാൻ വെക്കുക. വേറൊരു പാത്രം സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിൽ വെച്ചതിൻ്റെ ശേഷം അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് പശു നെയ്യ് ഇടുക. എന്നിട്ട് അതിൻ്റെ പശു നെയ്യ് ഇട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് കുറച്ച് ഉള്ളി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നല്ലോണം വാട്ടിയിട്ടെടുക്കുക. ഉള്ളി വാട്ടിയെടുക്കുമ്പം നിങ്ങൾക്ക് വേണം അതിൻ്റെ കൂടെ നമുക്കൊരു പറഞ്ഞൊരീന് കുറച്ച് ബട്ടർ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. അത് വയ്യ കുറച്ച് ശേഷം ഇട്ടാലും ഒന്നുമില്ല, ആദ്യം ഇട്ടാലും ഒന്നുമില്ല. അങ്ങനെ പിന്നെ അതെല്ലാം കൂടി ഇളക്കിയാവുമ്പോൾ അതിൽ നമ്മൾ ഉള്ളി അങ്ങ് ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ടതിൻ്റെ ശേഷം ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചെറുങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കരുവാമ്പുഞ്ചപ്പ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഒന്ന് ഒരു തരി ഉപ്പ് ഇട്ടിട്ട് അതിനെ വാട്ടി, എല്ലാം ഉപ്പിട്ടാൽ വേഗം വാടി വരുമെന്ന് പറയുന്നതൊക്കെ. അങ്ങനെ അതിനൊന്ന് വാടി എടുക്കുക, ഇളക്കി ഇതാക്കിയിട്ട്. ഉള്ളി നല്ലോണം ഇളക്കി നല്ല മിക്സാക്കി വരുമ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിനെ നല്ലോണം ഇളക്കി ജോയിൻ്റ് ആക്കുക. അപ്പോൾ ഉള്ളി ഇങ്ങനെ ഇളക്കി കുറച്ച് ആയി വരുന്നവരെ നമുക്ക് വേറെ പണിയെന്ന് വെച്ചാൽ ഈ ആവി വന്ന് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതുക്കി ഇട്ടിട്ട് അതിങ്ങനെ ഒന്ന് നടന്നായിക്കോട്ടെ ഇളക്കി. അപ്പോഴേക്ക് നമുക്ക് ഈ ആവി വന്ന് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ മൂടി തുറന്ന് തണിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് എണ്ണേൻ്റെ ഒരു തട്ടെടുത്തിട്ട് ആ ചിക്കൻ്റെ കൂട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഇറച്ചിയെല്ലാം നുള്ളി ഇടുക ഒരു പ്ലേറ്റിൽ. അപ്പോഴൊക്കെ നമുക്ക് ഉള്ളി വാടുമ്പം അതിൽ കുറച്ച് തക്കാളി അങ്ങ് ഇട്ട് കൊടുക്കുക. അതങ്ങനെ ആടുന്ന് വാടി ശരിയായി വരട്ടെ. തക്കാളി ഇട്ടതിൻ്റെ ശേഷം അതിനെ നല്ലോണം ഇളക്കി പിടിച്ച് ഇതാക്കുമ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് അത് ഇറച്ചിയും ചെറുങ്ങനെ നുള്ളി പ്ലേറ്റിലിടുക. കൊട്ടെല്ലാം ബെറിയാക്കുക. കൊട്ടൊന്നും അതിൽ എടുക്കുക. കൊട്ടെല്ലാം ബെറിയാക്കിയതിൻ്റെ ശേഷം ഇറച്ചി നുള്ളി പ്ലേറ്റിലിടുക. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് കരുവേപ്പില മുറിച്ച് വെച്ചതും അതും ഇതുമെല്ലാം ഇടുക. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കുക. ആ ഇറച്ചി വേഗം വെച്ച് അതിൻ്റെ വെള്ളം ഉണ്ടാവും. ആ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്യ ഉപയോഗിക്കേണ്ടതാണ്. അപ്പം കൊട്ടെല്ലാം പെറുക്കി കളഞ്ഞിട്ട് ഇറച്ചിയെല്ലാം നുറുക്കി ഒരു പ്ലേറ്റിലാക്കിയിട്ട് അത് നമ്മൾ റെഡിയാക്കി വെക്കുക. അപ്പം പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഉള്ളിയും തക്കാളിയെല്ലാം ആയതിൻ്റെ ശേഷം കുറച്ച് കൊത്തമ്പരിപ്പൊടി, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി എല്ലാം, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം എന്തെന്നെല്ലാം ഉള്ളത് അതെല്ലാം ഇടുക. എന്നിട്ട് ഇളക്കുക. നിങ്ങളെ ചിക്കൻ കറിക്കെല്ലാം ഇടുന്ന എല്ലാ മസാലകളും ഇതിന് പറ്റും. എല്ലാം ഇട്ട് ഇളക്കി നല്ല വൃത്തിയായി നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഈ ചിക്കൻ ചെറുങ്ങനെ നുറുക്കി വെച്ചല്ലോ നമ്മൾ പ്ലേറ്റിൽ, അത് നുറുക്കി വെച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആ നുറുക്കി വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. ഇതപ്പോഴേക്ക് ഇതിൻ്റെ വേണ്ട എല്ലാ ഉപ്പും, മഞ്ഞളും, മുളകും, മസാലയും കാര്യവും എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി നല്ലോണം നോക്കിയതിൻ്റെ ശേഷം ആ ചിക്കൻ എടുത്തിട്ട് ഇതിലിടുക. എന്നിട്ട് ഇതും കൂടിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പാക്കി അതിൻ്റെ ശേഷം നമ്മൾ ഇറച്ചി വേഗം വെച്ച വെള്ളം ഉണ്ടല്ലോ അത് കളഞ്ഞ അതങ്ങനെ തന്നെ വെക്കണം. അതിൽ വെറും ഉപ്പും, മഞ്ഞളും, മുളകും ഇട്ടിട്ടുള്ള വെള്ളമാണ്. അത് വെച്ചിട്ട്
ഇത് നല്ലോണം ഇളക്കി ജോയിൻ്റ് ആക്കിയതിൻ്റെ ശേഷം ഈ നുറുക്കി വെച്ച ഇറച്ചി എടുത്തിട്ട് ഇതിലിടുക. പിന്നെ ഇതൊന്നിങ്ങനെ ആയി വരുമ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇതിൽ പറന്ന് കൊടുക്കുക. ഞാൻ രണ്ടെടുത്ത് കയ്യിലേറി എടുക്കണമെങ്കിലും എടുക്കാം. ഇത് നമ്മളെ ഇറച്ചി വെന്ത വെള്ളം, ഒരു തുള്ളി വെള്ളം ഇട്ടിച്ചിട്ട് ഇനിയൊന്ന് നല്ലോണം ഇളക്കി ശരിയാക്കിയതിൻ്റെ ശേഷം അതിൽ 2 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചിട്ട് വരുക. പിന്നെ അതിൻ്റെ ശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി ശരിയാകുമ്പോൾ നമ്മൾ ഇറച്ചിയെല്ലാം ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇറച്ചി ഇട്ടിട്ട് മുട്ട വാരണേ അങ്ങനെയും വരാം. ആദ്യം മുട്ട വാർന്നിട്ട് ഇറച്ചി ഇടുന്നുണ്ട്, അങ്ങനെയും വരാം. ഇറച്ചിയും മസാലയും എല്ലാം കൂടി ഒന്ന് ഇളക്കി ശരിയാക്കി ഇതായി വരുമ്പോൾ മുട്ട ഒടിച്ച് വാർന്നാലും മതി. അങ്ങനെയാക്കുക. അങ്ങനെ എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് എല്ലാം ശരിയായതിൻ്റെ ശേഷം മുട്ട വാർന്നിട്ട് അതിനെ നല്ലോണം ഇളക്കി ശരിയാക്കി എടുക്കുക. അതിൽ 2 വാർന്ന് പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലൊരു മുട്ട ഉടച്ച് വാർന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് ഇങ്ങനെ ചെറുങ്ങനെ സ്പൂണിനെ കൊണ്ട് ഇളക്കി നല്ല യോജിപ്പിച്ചിട്ട് അവിടെ വെക്കുക. പിന്നെ ഒന്നിൻ്റെ അകത്ത് ഇതിങ്ങനെ ഇവിടുന്ന് ഇളക്കിക്കോട്ടെ, ഇതിങ്ങനെ ആയിപ്പൊരിഞ്ഞ് വന്നോട്ടെ. അപ്പോൾ ഒരു മുട്ട ഒരു പ്ലേറ്റിൽ ഉടച്ച് വാർന്നിട്ട് കലക്കിയിട്ട് വെക്കുക. വേറെ ഒരു പ്ലേറ്റിൽ ഒന്നിക്കൽ റസ്ക് പൊടിച്ച് അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ച് എന്തെങ്കിലും കുറച്ച് പൊടിച്ചിട്ട് ഒരു വസിയിൽ അത് വെക്കുക. അങ്ങനെ ഇത് എത്രയായി നിങ്ങൾക്ക് മസാലയെല്ലാം കുറവുണ്ട് എല്ലാം നോക്കി ഇളക്കി പിടിച്ച് ഇട്ട് എല്ലാം ഒന്ന് നല്ലോണം വരട്ടി പൊരിഞ്ഞ് നല്ലോണം ഒന്ന് ഇളക്കി വെള്ളമെല്ലാം പറ്റി നല്ല ശരിയായതിൻ്റെ ശേഷം ഇതും വാങ്ങി വെക്കാം. എന്നിട്ടൊന്ന് തണിഞ്ഞതിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് പിന്നെ ഇതൊന്ന് നല്ലോണം ഇളക്കിയാലും മതിയായി. തണിഞ്ഞതിൻ്റെ ശേഷം ഇതിനെ ചെറിയ ഉരുട്ടകളാക്കുക. നിങ്ങൾക്കത് നീളത്തിൽ ഗുലാബ് ജാമു പോലെ നീളത്തിലും ആക്കാം, ഉരുട്ടയിലും ആക്കാം. ഇനി വേറെ പരത്തിയിട്ട് വട പോലെ ഓട്ട വെക്കാണ്ട് പരത്തിയിട്ടും ആക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ നിങ്ങൾക്ക് ആക്കാം. അപ്പോൾ ഇത് എല്ലാം ആയതിൻ്റെ ശേഷം നമ്മളിത് ഇളക്കിയിട്ട് തണിയം വെക്കുന്നു. തണിയം വെക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് മറ്റേത് മുട്ട ഒടിച്ച് വാരണ്ടോ റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ എന്നാണ് ചിലെല്ലാം വെക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കുറച്ച് ഇങ്ങനെ കൈ കൊണ്ട് ഇത് തണിഞ്ഞതിൻ്റെ ശേഷം ഇനി എടുക്കുക, ചെറുങ്ങനെ ഉരുട്ടുക. എന്നിട്ട് ഈ മുട്ടയിൽ ഒന്ന് തിരിച്ച് മറിച്ചിട്ടതിൻ്റെ ശേഷം ഈ ബ്രെഡ് പൊടിയോ റസ്ക് പൊടിയോ എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം അതെടുക്കുക. അതിലൊന്നിങ്ങനെ പെരക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോഴൊക്കെ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്യാസ് കത്തിച്ചിട്ട് വേറെ ഒരു ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെക്കുക. അത് നിങ്ങൾക്ക് എന്തെന്നാ എണ്ണ പശു നെയ്യോ ഓയിലോ വെളിച്ചെണ്ണ എന്നാ കൊണ്ട് എടുക്കുക. അങ്ങനെ ഇത് ഈ പരത്തി മുട്ടയിൽ പൊതിഞ്ഞതിൻ്റെ ശേഷം ഈ റസ്ക് പൊടിയിലും പൊതിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ ഇതിലിട്ട് ചുട്ട് അതിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ അത് പാകമായാൽ മേടിച്ച് വെക്കുക. പിന്നെ നിങ്ങളൊരു പ്ലേറ്റിൽ കുറച്ച് മയോണീസും ടൊമാറ്റോ സോസും ഇട്ട് നിങ്ങൾക്ക് തിന്നാം. ശരി, എന്നാൽ ഞാൻ വേറെ എന്തെങ്കിലും വിഷയമായി വരാം. ബായ്.